തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്തെ ബോർഡ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ഭരണപരമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നത്. മേഘന, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അജണ്ട യോഗത്തിന്റെ? പ്രജിൻ, ഇന്ന് 10 മണിയോടുകൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുന്നുണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ് ഒരു മുഖ്യ ചർച്ചാ വിഷയമായി വരിക എന്നുള്ളതാണ്. കാരണം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിന്റെ വരവ് ചിലവ് കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. അതിൽ ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി അടക്കം ഈ നൽകാനുള്ള തുകയുടെ കാര്യത്തിലടക്കം ഒരു പൂർണ്ണത വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. അതുപോലെ 4,26,00,000 രൂപയെ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനമായി വരുന്നത്. അത് യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിനുശേഷം ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് എത്ര തുക നൽകണമെന്നുള്ള ഒരു കാര്യം, ഒരു അന്തിമ തീരുമാനം ഇന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ പതിവ് യോഗത്തിൽ ചർച്ചയാകുന്ന മറ്റു കാര്യങ്ങളും ഇതിൽ ചർച്ചയാകുമെന്നുള്ള കാര്യം, അതിൽ പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത് ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. 10 മണിക്കാണ് ഈ യോഗം തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് തുടങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ നിർണായക തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് കൂടി കാത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.